ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ ഡ്രോയിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുൻപ് കണ്ട മോഡൽ വെച്ചിരുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതൊരു വൈൻ ഗ്ലാസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എങ്ങനെയൊക്കെ തിരിച്ചാൽ ഇതിൻ്റെ അപ്പുറവും രണ്ട് വശം ഒരുപോലെ വരും അല്ലേ. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റുകൾ, ഇതിൽ വീഴുന്ന പ്രകാശത്തെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. മറിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല വൈറ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഹൈലൈറ്റ് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഇതിൽ വീഴുന്ന ഹൈലൈറ്റുകൾ, ബൾബിൻ്റെ വെളിച്ചം അല്ലേ, ഇത് ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഹൈലൈറ്റ് വരുന്നത്. മറിച്ച് ഇതൊരു തടി കൊണ്ടോ മണ്ണുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ഗ്ലോസി ഫീൽ ചെയ്യത്തില്ല. തീർച്ചയായിട്ടും നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് വരയ്ക്കുന്നതിനൊരു ചെറിയ പ്രയാസമുണ്ടോ എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ചില ടെക്നിക്കൽ വേലകൾ നമുക്കിതിനെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതുകൊണ്ടോ ബ്ലാക്കിനകത്തിരിക്കുമ്പോൾ കാണുന്ന ഹൈലൈറ്റ്, അതിൻ്റെ ലൈറ്റുകളൊന്നും ഇതിങ്ങോട്ട് നമ്മൾ ആ ബ്ലാക്ക് തുണി ഇങ്ങ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്രയും തെളിച്ചത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നില്ല. കാരണം ഇതിൻ്റെ വെളിവശവും വൈറ്റാണ്, പ്രതലവും വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഗ്ലോസി മാത്രമേ നമുക്കിത് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ നമ്മളിതിന് കൂടുതൽ ഷെയ്ഡുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ കളറുകൾക്കകത്ത് കളർ കൊണ്ട് ചെയ്യുമ്പോൾ കളറുകളുടെ ഷെയ്ഡുകൾ കൂടുതൽ കൂട്ടിയിട്ടുകൊണ്ട് അതിൻ്റെ ഹൈലൈറ്റിനെ കൂടുതലായി വരയ്ക്കുക എന്നുള്ളതാണ്. ഹൈലൈറ്റാണ് ഇതിൻ്റെ യഥാർത്ഥമായ ആ ചിത്രത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് ഇതിനകത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ആയിട്ട് ഇത് ഗ്ലാസിൻ്റെ ആ ഫീല് അതുപോലെ നമുക്ക് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഈ ഒബ്ജക്റ്റ് എന്നല്ല, ഏതൊരു വസ്തുവായാലും ആ വസ്തുവിൻ്റെ ഉയരവും അതുപോലെ തന്നെ അതിൻ്റെ വണ്ണവും ഉയരവും പ്രധാനപ്പെട്ടാണ്. ഈ നീളം വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വണ്ണം മാത്രമേ ഇതിന് വരാവൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചറിയാം. ഇവിടം വലുതും ഇവിടം ചെറുതുമാണ്. ഏകദേശം ഇത് പകുതിയുണ്ട്, അത്രയും വലിപ്പം താഴോട്ട് ഇല്ല. അപ്പോൾ കൂടുതൽ ഭാഗം ഇതാണ്, കുറച്ച് ഭാഗമാണിത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിതിനെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ വരയ്ക്കാനുള്ളൊരു എളുപ്പമാർഗം, നമ്മൾ ഇതെന്നുള്ള എല്ലാ ചിത്രങ്ങളും നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഉയരവും വണ്ണവും കൃത്യമായി വരത്തക്ക വിധത്തിൽ വേണം വരയ്ക്കാൻ. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത, ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം, ഒന്നുകിൽ നമുക്കതിൻ്റെ ഉയരം, ഹൈറ്റ് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഹൈറ്റ് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒബ്ജക്റ്റിനനുസരിച്ചുള്ള വിഡ്ത്തേ അതിന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകം. അപ്പോൾ അതിനനുസരിച്ച് കൂടിയായിരിക്കണം നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഈ ക്യാൻവാസിൽ അല്ലെങ്കിൽ ഈ പേപ്പറിൽ നമുക്കിതിൻ്റെ ആകെയുള്ള ഉയരം നമുക്കൊന്ന് നോക്കാം. ഏറ്റവും മുകൾ വശം ഇവിടെ വരണം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഞാൻ ഇവിടെയും ആണെന്നൊന്ന് കരുതുക. അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ഓരോ വര വെറുതെ ഇങ്ങനെ വരച്ചു. ഈ ഉയരത്തിനനുസരിച്ചുള്ള ഒരു വണ്ണം, അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു വിടുന്നു. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഇത്രയാണെന്ന് കൂട്ടിക്കൂ. ഈ ഒരു വീതിയിൽ ഇങ്ങനെ ഒരു ചതുരം നമ്മൾ വെറുതെ ഒന്ന് വരയ്ക്കുക. കൊച്ചുകുഞ്ഞുങ്ങൾക്കത് സ്കെയിലൊക്കെ വെച്ച് തെളിയാതെ വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതിനൊരു ചതുരം രൂപത്തിലേക്ക് ഇതിനെ മാറ്റി. അതിനുശേഷം നമ്മൾ മുൻപേ പറഞ്ഞ ആകെയുള്ള ഉയരത്തിൻ്റെ എത്രമാത്രമുണ്ട് ഈ കട്ടിങ്ങിന് താഴോട്ട്, ഇവിടമാണോ കൂടുതൽ എന്ന് നമ്മളൊന്ന് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അളന്ന് നോക്കാൻ നമുക്കറിയാം ഇവിടമാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പകുതി ഇവിടെ വരുന്നു. അതിനേക്കാൾ ശകലവും കൂടി താത്ത് നമ്മൾ വെറുതെ ഇങ്ങനൊരു വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്കിതിനെ രണ്ട് കോളങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ വസ്തുവിൻ്റെ സെൻട്രൽ താപ്പോട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത്. നേരെ ഒരു വരയിട്ടാൽ അപ്പുറവും തുല്യമായിട്ടായിരിക്കും അപ്പുറവും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഏകദേശം നല്ല സെൻറ്റർ പിടിക്കുക, അപ്പുറവും തുല്യമായിട്ട് വരും. ഇവിടെ ഒരു സെൻറ്റർ പിടിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു തെളിയാത്ത ഒരു വര, വെറുതെ ഒരു വര വരച്ചിടുക. ചുമ്മാ ഒരു വര വരയ്ക്കുക, കാണണ്ട.
നമുക്ക് മാത്രം കണ്ടാൽ മതി. അതിനനുസരിച്ചൊരു വര വരച്ചിട്ടു. അതിനുശേഷം ഇതിനെ ഈ പോർഷനെ നമ്മളൊന്ന് റൗണ്ടാക്കുകയാണ്. ഒരു വൃത്താകൃതിയിലേക്ക് കൊണ്ടുവരുന്നു. മൊത്തത്തിൽ വേണമെങ്കിൽ വൃത്തം വരയ്ക്കാം, കുഴപ്പമില്ല. മറിച്ച് അത്രയും ആവശ്യമില്ല. നമുക്ക് ഇത്രയും മാത്രം ഒരു വൃത്താകൃതി. അതുകൊണ്ട് പല ഒത്തിരി വരകളൊക്കെ വീഴും. ആ വരകളൊക്കെ വീണോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ളൊരു പ്രശ്നം എന്താണ്? ഈ വണ്ണം മുകളിൽ ഇല്ല. ഇവിടാണ് വണ്ണം, ഇവിടെ വണ്ണക്കുറവാണ്. സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ഇവിടെ നിന്ന് ഈ വണ്ണം തന്നെയാണല്ലോ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഈ വണ്ണത്തിൽ ഇവിടെ കുറച്ച് പോർഷനിൽ ഇവിടെ നിന്നുള്ള ഒരകലം കൃത്യമായി എടുത്ത് അടയാളപ്പെടുത്തി. അതുതന്നെ ഇപ്പുറത്തോട്ടും നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തുക. ഇനി നമുക്കിത് എളുപ്പമാണ് വരയ്ക്കാൻ, അല്ലേ? ഇവിടെ നിന്ന് നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? നേരെ ഇതിലേക്ക് കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഒപ്പം ഇവിടുത്തേത് കൊണ്ടുവന്ന് ഇങ്ങോട്ടും കണക്ട് ചെയ്യുക, ഇങ്ങോട്ടും കൊണ്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം മുകൾവശത്തെ ഷേപ്പിലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് നല്ല വൃത്തമാണ്. നമ്മൾ ഇങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് സ്വയമായിട്ട് ഈ നല്ല വൃത്തം ചെറുതായി വന്നിട്ട് വൃത്തത്തിൻ്റെ ഇങ്ങനെയുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലം കൃത്യമായിരിക്കും. എന്നാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലം, ഈ അകലങ്ങൾ തമ്മിൽ അടുക്കുകയും ഇവിടം കൃത്യമായി നിൽക്കുകയും ചെയ്യും. അത് നമ്മുടെ ഐ ലെവലുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഒരു രീതി. കണ്ണിൻ്റെ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്കൊരു ഒരു നേർരേഖയായിട്ട് കാണും. മറിച്ച് നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറച്ചും കൂടെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനെ ഒരു ഓവൽ ഷേപ്പിൽ കാണും. അപ്പോൾ ഇത് നമുക്ക് നേരെ അഭിമുഖമായിട്ടല്ല വരുന്നത്, മറിച്ച് നമ്മളിത് ദൂരെ വെച്ച് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഓവൽ ഷേപ്പിന് ഈ ഇരിക്കുന്ന വരയുടെ ജസ്റ്റ് താഴെയും മുകളിലും തുല്യമായി വരത്തക്കത്തിൽ ഒരു 2 പോയിൻറ്റുകൾ ചെയ്യുക. എന്തോ വലിപ്പം വേണോ നമുക്ക് നമ്മുടെ കാഴ്ച അനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച്. അപ്പോൾ ഇവിടെ ഒരു 2 പോയിൻ്റ് ഉണ്ട്. ഈ 4 പോയിൻറ്റുകളെയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇങ്ങനെ ചെറിയൊരു വൃത്തം ഇതിനനുസരിച്ച് നമുക്ക് നിർത്തി വരയ്ക്കണം. ഇതിനുള്ളിലായിട്ട് വരണം. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങോട്ട് നമ്മളൊന്ന് മുമ്പേ വരച്ചത് അത് ഇങ്ങോട്ട് വരുന്നു, അത് ഇങ്ങോട്ട് കറക്റ്റ് ചെയ്ത് കിടക്കുന്നു. ഇനി നമുക്ക് നോക്കാമെങ്കിൽ ഈ റൗണ്ടിൻ്റെ താഴെ ഇവിടെ ഒരു ശകലം വണ്ണം കൂടുതലുണ്ട്. ഇവിടെ ഈ പോർഷനിൽ സ്വാഭാവികമായിട്ട് ഈ നമ്മൾ നേരെ സെൻറ്ററിൽ കൂടെ വരച്ച വരയുടെ സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടിരുന്നു. അവരെ നമ്മുടെ ആ സെൻട്രൽ ലൈൻ നിർത്തിക്കൊണ്ട് തന്നെ അപ്പോൾ പോട്ടെ. ഇപ്പുറം അതുപോലെ തന്നെ ചെറിയൊരു ചായയോടുകൂടി അവരെ വരുന്നു. അതും ആ സെൻട്രൽ ലൈനിന് 2 വശത്തായിട്ട് തുല്യമായിട്ട് നമ്മൾ വരച്ചെടുക്കണം. ഓക്കെ, ഇത് ഇങ്ങനെ നിൽക്കണം. ഇനി മുൻപേ പറഞ്ഞതുപോലെ മുകൾ വശത്തേതുപോലെ തന്നെയാണ് ഇതിൻ്റെ താഴ്വശവും. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ റൗണ്ട് എങ്ങനെ കാണുന്നോ അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിൽ ഒരു പക്ഷേ കണ്ടേക്കാം. കാരണം നമ്മുടെ കണ്ണിപ്പോൾ ഏതാണ്ട് ഈ ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം റൗണ്ടിന് ഇത് കാണും. ഇവിടെ ഒരുപോലൊക്കെ തന്നെ ഇരിക്കും, മറിച്ച് ഇങ്ങോട്ടുള്ള ദൂരം കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ ആ റൗണ്ട് നമ്മൾ ഇവിടെ ഒരു വര 2 വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ആ 2 വരയിൽ ചേർത്തുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് ഒരു വൃത്താകൃതിയിൽ ഒന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ വെറുതെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് താഴെ വരുമ്പോൾ കുറച്ച് വലുതായിട്ട് മുകളിൽ വരച്ചതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞാണിതിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സംഭവം കിട്ടി. ഇവിടെ നോക്കാമെങ്കിൽ ഇതിനകത്ത് കുറേയേറെ ലൈറ്റും ഷെയ്ഡുകളും ഒക്കെ ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആ ലൈറ്റ് ഷെയ്ഡുകളാണ് അതിനെ നമുക്ക് കൃത്യമായി വരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈലൈറ്റുകളാണ്. ഹൈലൈറ്റ്, ഇതിൽ വീണിരിക്കുന്ന ഹൈലൈറ്റുകൾ. ഇപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റാണ്. മറ്റ് നമ്മൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത് സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റാണ്. അപ്പോൾ ഈ പോർഷൻ ലൈറ്റ് വീഴും. നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതിൻ്റെ ഹൈലൈറ്റുകൾ ഈ പോർഷനിലും വീഴും. ഓക്കെ, നമ്മൾ ഇത്രയും വരച്ചതിന് ശേഷം ഇതിൻ്റെ ഹൈലൈറ്റുകൾ ഇവിടെയൊക്കെ വേണം. ആ ഹൈലൈറ്റുകൾ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുക. നോക്കുമ്പോൾ നമുക്കത് നല്ല ഗ്ലാസ് വൈറ്റ് പോലെ പേപ്പറിൻ്റെ തന്നെ വൈറ്റ് ഇതിനകത്ത് വരത്തക്ക വിധത്തിൽ നമുക്കതിനെ ചെയ്തെടുക്കണം. നമ്മൾ മുൻപേ വരച്ച വരകളൊക്കെ ഒന്ന് തെളിച്ച് എടുക്കാമെങ്കിൽ നല്ല ചിത്രത്തിലേക്ക് കടക്കാൻ കഴിയും.
അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു റഫ് പേപ്പറിനകത്താണ്. ഒരു സ്കെച്ച് നമ്മൾ ആദ്യം ഒന്ന് വരച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് കൃത്യമായി വരച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു കനവുണ്ട് ഈ പോർഷൻ. ആ കനവും കൂടി നമ്മൾ വരച്ച് സെറ്റ് ചെയ്യുക. ഇതിൽ കാണുന്ന ഹൈലൈറ്റുകൾ കൃത്യമാക്കാനും കൂടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നോക്കി കണ്ടത് വരയ്ക്കാമെങ്കിൽ നല്ല രസകരമായ ചിത്രങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും നമുക്ക് വരയ്ക്കാം. ഇത് മാത്രമൊന്നല്ല, എല്ലാ വസ്തുക്കളും നമുക്കിങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് വരയ്ക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇത് ഇത്രയും ഹൈറ്റുള്ളൊരു ഒബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് വേറെ ഹൈറ്റ് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റിലേക്കും കൂടി നമുക്കിതിനെ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു മോഡൽ പോലെ എന്തെങ്കിലും സാധനം വെക്കുന്നു, നമ്മൾ ഇതിലോട്ട് വരയ്ക്കും. ഒരു സമയത്തിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ദീർഘത്തിൽ ഒരു നോട്ടം, ഒരു ചതുരം. ഇതിനകത്ത് പറയാറുണ്ട്, ഇതിനെ നമ്മളൊരു വട്ടം വരയ്ക്കണം. ഒരു വൃത്തം വരച്ചു അല്ലേ. എന്നിട്ട് നടുക്കൂടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലൈൻ സെൻറ്ററിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ മുൻപേ പാത്രത്തിൻ്റെ മുകൾവശം വരച്ചതുപോലെ വരയ്ക്കണം. ഈ വരയ്ക്കുന്നത് ഈ കാണുന്ന ലൈനിൻ്റെ അപ്പുറവും കൃത്യമായിട്ട് വരത്തക്കവത്തിൽ ഇവിടുത്തെ വരയും അതുപോലെ വരയ്ക്കണം. അതിനുശേഷം ഇവിടുത്തെ ഈ ആംഗിൾ ഇങ്ങോട്ട് വളച്ച് വരയ്ക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരവും കൃത്യമായി എടുത്ത് അതിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ദൂരവും തുല്യമായിരിക്കും. അപ്പോൾ ആ റൗണ്ട് സാധനത്തിനെ നമുക്ക് കൃത്യമായി ഒരു ചതുരം ഉപയോഗിച്ച് നമുക്കിത് വരയ്ക്കാൻ കഴിയും. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ഡ്രോയിങ്ങുകൾ നമുക്ക് കൃത്യമായി ചെയ്ത്. ഇതെന്നല്ല, എല്ലാ വസ്തുക്കളും വരയ്ക്കുന്നതിന് നമുക്ക് ചതുരം ഉപയോഗിക്കാം, അതുപോലെ തന്നെ വൃത്തം ഉപയോഗിക്കാം അല്ലേ, അതുപോലെ ത്രികോണങ്ങൾ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചാണ് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്വയറും ആവശ്യമില്ലാത്ത വരകളെല്ലാം എറേസ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു രീതിയിലേക്ക് വന്ന് നമുക്കിനി അതിനെ ഒന്ന് വാട്ടർ കളറിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. വാട്ടർ കളറിന് ഒരു വരയ്ക്കാൻ കളർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറിലേക്ക് നമുക്കതിനെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, തുടരാം.